ഷിയാക്കൾക്ക് അഹ്ലുസുന്നയെ കുറിച്ചുള്ള വിശ്വാസം എന്താ പറയുക? അഹ്ലുസുന്നയെ വിവാഹം കഴിക്കാൻ പാടില്ല, അവന് അവസരം കിട്ടിയാൽ അവനെ എറിഞ്ഞു കൊല്ലണം, അവനെ വെള്ളത്തിൽ മുക്കിയിട്ട് കൊല്ലണം, അത് കൂലിയുള്ള കാര്യമാണെന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ബഷാറുൽ അസദിന്റെ ഭരണകൂടം 10 ലക്ഷം സുന്നികളെ കൊന്നൊടുക്കിയത്. ഇവിടെ സിറിയയിൽ 1.5 കോടിയോളം സുന്നികളെ ആ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയിട്ട് അഭയാർത്ഥികളായി ലോകത്തിന്റെ പല നാട്ടിലും അലഞ്ഞു നടക്കുന്നത്. 5000-ൽ പരം സുന്നി പള്ളികൾ ബോംബിട്ട് തകർത്തത്. സെയ്ദിയാന പോലുള്ള തടവറകളിൽ ഇപ്പോഴും 10 ലക്ഷത്തോളം തടവ് പുള്ളികൾ. അവർ പലരും ജീവച്ഛവങ്ങളായി. ചിലവർക്ക് അവരെ പേര് പോലും അറിയില്ല, ചിലവർക്ക് അവരെ സംസാരിക്കാൻ അറിയില്ല. കാരണം 43 കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുന്നവരാ പലരും. ആ രീതിയിൽ സുന്നി സമൂഹത്തെ സഹാബികൾ ഭരിച്ച സിറിയയെ ശവപ്പറമ്പാക്കി 2011 ഈ ബഷാറുൽ അസദ്. അയാൾ ഇപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടു, ആ നാട് മോചിതമായി. ഇത്ര ക്രൂരതകൾ ചെയ്ത മരിച്ച സ്ത്രീകളെ, നമ്മളെ ഗുജറാത്തിൽ പോലും സംഭവിക്കാത്ത സ്ത്രീകളെ, ഗർഭസ്ഥ ശിശുക്കളെ കൊന്നൊടുക്കി. അങ്ങനെ സ്ത്രീ ശരീരത്തിൽ വാളുകൊണ്ട് അലിയുൻ വലിയുള്ള എഴുതിയ ക്രൂരന്മാരാണ് ഷിയാക്കൾ. 1-2 ആളല്ല, 10,000-കണക്കിന് ആളുകളെ. ഇപ്പോൾ അവിടെ 1 ലക്ഷം ആളെ ഒന്നിച്ച് കൂട്ടക്കൊല നടത്തിയിട്ട് ഒന്നിച്ച് ബുൾഡോസർ കൊണ്ട് മണ്ണ് കോരിയിട്ട് മറമാടിയ ശവപ്പറമ്പുകളൊക്കെ പിന്നാന്നൊക്കെ സിറിയയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര ആളെ കൊന്നിട്ടുണ്ടാവും, എത്ര ദശലക്ഷങ്ങളെ കൊന്നു. ഇതിനവർക്ക് വലിയ സഹായിച്ചതാരോ? നമ്മളെ ഈ കേരളത്തിലെ നമ്മളെ ഇസ്ലാമിസ്റ്റുകളൊക്കെ വാനോളം പുകഴ്ത്തിയ ഹുമൈനിയുടെ പട്ടാളം, അദ്ദേഹത്തിൻ്റെ ഹറസുസൗരി വിപ്ലവ ഗാർഡ്, നാഷണൽ വിപ്ലവ ഗാർഡാണ് അവരെ സഹായിച്ചത്. മറ്റൊന്ന് ലബനാനിലെ ഹിസ്ബുള്ള, നമ്മളിവിടുത്തെ പണ്ഡിത നേതാക്കളൊക്കെ പലരും ഹിസ്ബുള്ളൻ്റെ ആൾ മരിച്ചപ്പോൾ ഷഹീദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ശാന്തപുരത്തെ കോളേജിലെ ഉസ്താദ്മാരൊക്കെ പോഷിട്ടിന്. ഈ ഹിസ്ബുള്ള ഇവിടെ പട്ടാളക്കാരാണ്, കാബാലികരാണ്. സിറിയയിലെ ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കാൻ നേതൃത്വം നൽകിയത്.